മഹത്വപൂർണ്ണമാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ ശബ്ദത്തിന്റെ മധ്യാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ അയപ്പാൻ കർത്താവിനെ എവരെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കാമെന്ന് സ്തോത്രം ചെയ്യാം. കടന്നു വന്നിരിക്കുന്ന അവരുടെ ദൈവത്തിന്റെ ഓർമ്മ കടന്നവരുടെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ലെനിൻ സഹോദരന്മാരുടെ കണ്ടു. എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ആ മകൻ കൂടെയുണ്ട്. ഒത്തിരി നാളായി കണ്ടിട്ട് ഇന്ന് കാണുവാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അതുപോലെ പല മുഖങ്ങളെയും ഇന്ന് കാണുവാൻ ഇടയായി. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരുസന്നിധിയിലായിരിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നാം ദൈവമായിട്ട് യേശുവിനെ ആരാധിക്കുന്നു. യേശു ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിൽ 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3 പേരും ചേർന്നാണ് ഒരു ദൈവം, അല്ലേ? അപ്പോ യേശു ദൈവമല്ല എന്നും പറയുന്ന ആളുകൾ ഇന്ന് കൂടി വരികയാണ്. യേശു ദൈവമല്ല, യേശു പിശാചിന്റെ മകനാണ് എന്നൊക്കെയുള്ളതായ കിംവദന്തികൾ, അപവാദങ്ങൾ എന്തുകൊണ്ട് ചിലര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് യേശു ദൈവം തന്നെയാണ്. പിതാവായ ദൈവം മൂലം യേശുവിനെ ദൈവമെന്ന് വേദപുസ്തകത്ത് സംബോധന ചെയ്തിട്ടുണ്ട്. നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത് നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. നോക്കണം, ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ് ചരിത്രം 2ആയി വിഭജിക്കപ്പെടുന്നത്, അല്ലേ? ചരിത്രം തന്നെ 2ആയി വിഭജിക്കപ്പെട്ടത് യേശുവിന്റെ ജനനത്തോടു കൂടിയാണ്. AD എന്നും പിന്നെ BC എന്നും ചരിത്രം 2ആയി വിഭജിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് ഏതെങ്കിലും മിടുക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാൻ പോകണം നമുക്ക് സാധിക്കും, അല്ലേ? അതിനാണ് നമ്മൾ ചെയ്യുന്നത്, വചനം പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ വചനം പഠിക്കുന്നതെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ ഒന്ന് വായിച്ചു. യേശു യേശു ക്രിസ്തുവിന്റെ ജനനം പോലും വളരെ അത്ഭുതകരമായിരുന്നു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. വായിക്കേ. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകുമ്പോൾ അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു. യേശു എന്ന് പേരിട്ടത് പോലും സ്വർഗത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു, അല്ലേ? ഇവിടെ ആരെങ്കിലുമാണോ പേരിട്ടത്? യേശു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പറഞ്ഞു കൊടുത്തു,
യേശു എന്ന് പേരിട്ടത്. ഇവിടെ ആരും യോസഫോ മറിയയുടെ നിർദ്ദേശപ്രകാരമല്ല യേശു എന്ന് പേരിട്ടത്. സ്വർഗത്തിലെ നിർദ്ദേശപ്രകാരമാണ് യേശു എന്ന് പേരിട്ടത് പോലും അത് കാണുന്നതൊക്കെ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു തീർച്ചയായിട്ടും ആരായിരുന്നു? ദൈവമായിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുമെന്നൊക്കെ സാധിക്കും. ഏതാനും വാക്യങ്ങൾ യേശു ക്രിസ്തു ദൈവമായിരുന്നു കാണിക്കുന്നതായ ഏതാനും വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പിതാവ് പുത്രനെ ദൈവം എന്ന് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് കാണുമെന്നൊക്കെ സാധിക്കുന്നു അല്ലേ? എബ്രായർ 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള ഭാഗം വായിച്ചേ. എബ്രായർ 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള ഭാഗം വായിച്ചേ. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും. പുത്രനോടോ, പുത്രനാണ് യേശുവിനോട്, യേശുവിനോട് പിതാവായ ദൈവം പറയുകയാണ്. എന്താണ് പറയുന്നത്? നിന്റെ സിംഹാസനം ദൈവമേ, ദൈവമേ എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. പിതാവാം ദൈവം പുത്രനെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് കാണുന്നതിന് സാധിക്കും അല്ലേ? അപ്പോ പിതാവാം ദൈവം പുത്രനെ ദൈവം എന്ന് സംബോധന ചെയ്തിരിക്കുന്നു എങ്കിൽ മൂഢന്മാരായ ചില ആളുകൾ തീർന്നു യേശു ദൈവമല്ല എന്ന് തീർന്നു പഠിപ്പിക്കുന്നു അല്ലേ? വായിച്ചേ, പാട്ട് വായിച്ചേ. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, എന്നും എന്നേക്കുമുള്ളത്. നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ ഏഴുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടനെ ദർശിക്കുകയും ചെയ്യുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിയെ അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി മുഴുവനും നടത്തിയിരിക്കുന്ന ആരാണെന്ന് പറയുന്നു? യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അത് താഴോട്ട് വായിക്കുന്നത് കാണുമെന്ന് സാധിക്കുന്നു. വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. സൃഷ്ടി മുഴുവനും നടത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് എന്തെയ്യുന്നു? പഠിപ്പിക്കുന്നു. വായിച്ചേ, എടുത്തവർക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം താഴോട്ട് വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഈ അവനവനെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. ഒന്നുകൂടെ വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം എന്ന് പറയുന്നത് ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. സകലവും എല്ലാം അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. സൃഷ്ടി മുഴുവൻ ചെയ്തിരിക്കുന്നത് യേശുവാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളില് പ്രകാശിക്കുന്നു, ഇരുളോ അതിനെന്തില്ല? പിടിച്ചടക്കില്ല. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദ്യം എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. അപ്പൊ ആദിയിലെ ഈ വചനം എന്ന് പറയുന്നതാണ്, വചനം എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തു. വചനം എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിലെ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ആ യേശുവാണ് സൃഷ്ടി മുഴുവനും നടത്തിയിരിക്കുന്നതെന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം എന്ന് പറയുന്നു. അതുകൊണ്ട് ഭർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താണ് അർത്ഥം? ദൈവം നമ്മോട് കൂടെ. അപ്പൊ ദൈവം നമ്മോട് കൂടെ എന്നായിരുന്നു യേശുവിന്റെ ഉദ്ധാന നാമം അല്ലേ? ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന നാമം അല്ലേ? അത് യേശു ദൈവമായിരുന്നു എന്ന് കാണിക്കുന്നു.
യേശു ദൈവം തന്നെയായിരുന്നു. 25-9 വാക്യം, 25-9 വാക്യം, യെശയ്യാവ് 25-9 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്ത് പറയുന്നു? അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവനെ എത്രേ നാം കാത്തിരുന്നത്. നോക്കണം, നമ്മെ വീട്ടിലെടുക്കുവാൻ തക്കവണ്ണം, നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന ആരാണ്? യേശു ക്രിസ്തുവാണ് നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നത്. ബാക്കി വായിച്ചേ. അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ രക്ഷിക്കും, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം, നമ്മെ ചേർക്കാൻ തക്കവണ്ണം കടന്നു വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വേറെ ആരുമല്ല, യേശു തന്നെയാണ് ചെയ്യുന്നത്. നമ്മെ ചേർക്കാൻ തക്കവണ്ണം കടന്നു വരുന്നതെന്ന് വേദപുസ്തകം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ബാക്കി വായിച്ചേ. അവൻ തന്നെ യഹോവ, അവൻ തന്നെ യഹോവ, അവനെ എത്രേ നാം കാത്തിരുന്നത്. അവനെ എത്രേ നാം കാത്തിരുന്നത്. നമ്മൾ സാധാരണ പിതാവാം ദൈവത്തെയാണ് യഹോവ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ യേശുവിനെ എന്തായി പറഞ്ഞിരിക്കുന്നു? യഹോവ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ യഹോവ തന്നെയാണ് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നമ്മെ ചേർക്കാൻ തക്കവണ്ണം കടന്നു വരുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു. നമ്മെ പഠിപ്പിക്കുമ്പോഴും യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നതായ ചില മൂഢന്മാരുണ്ട് എന്ന് ഈ ലോകത്തിൽ ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ അല്ലേ? ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 ഭാഗം വായിക്കുമ്പോൾ അവിടെയും കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുക. വായിച്ചേ. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 ഭാഗം. ഫിലിപ്പിയർക്ക് ലേഖനം ക്രിസ്ത്യാനികളുടെ ഭാഗം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ, അവൻ ആരുടെ രൂപത്തിലിരിക്കെ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ ചെയ്തു. അനുസരണമുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ സദൃശ്യത്തിലിരിക്കെ എന്ത് ചെയ്തു? അവൻ ചെയ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. നമുക്ക് സാധിക്കും അല്ലേ? മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ഇത് വിശ്വസിക്കാത്തതായ ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് 11 വായിക്കും കാണുവാൻ സാധിക്കും. ബാക്കി വായിച്ചേ. അതുപോലെ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം, സകല നാമത്തിനും മേലായ നാമം യേശുവിന് നൽകി. പിന്നെ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ സകല മനുഷ്യരുടെയും മുഴങ്കാലൊക്കെയും ഈ ദൈവത്തിന്റെ സന്നിധിയില് മടക്കണമെന്നായ സാഹചര്യം കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുഴങ്കാലിയും മടങ്ങും. ഇതാണ് നമ്മുടെ ദൈവം. ഇവനെ അത്രയും നാം കാത്തിരുന്നു എന്ന് മറ്റുള്ളവർ ദൈവമക്കൾ പറയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇത് കണ്ട് നമസ്കരിക്കേണ്ടതായ ഒരു സാഹചര്യം എന്ത് ചെയ്യും? വരും. യേശുവായിരുന്നു ദൈവം, നമുക്ക് തെറ്റി എന്ന് ചിന്തിക്കേണ്ടതായ ഒരു സമയം ഇതാ വരുവാൻ പോവുകയാണ്. ആ സമയം വളരെ വിദൂരമല്ല. സംഭവിക്കാൻ തക്കവണ്ണം ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, ഇനി നാളുകളേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 58-59 വാക്യം എന്താ പറയുന്നത്? 8-ാം അധ്യായം 58-59 വാക്യം. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ആരുണ്ട്? ഞാനുണ്ട്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ആരുണ്ട്? യേശു ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇവിടെ യെശയ്യാവ് 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യാദികളുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ?
ആർക്കുള്ള പേരാണ്? ഇത്രയും പേരുകൾ ആർക്കുള്ളതാണ്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഇതെല്ലാം ആർക്കുള്ള പേരുകളാണ്? യേശുവിന്റെ പേരുകളാണ്. ഇതെല്ലാം യേശുവിനെ വിളിക്കുന്ന പേരുകളാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ആരാണ് സമാധാനത്തിന്റെ പ്രഭു? യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു അല്ലേ? സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തു ആണ് നാം ദൈവമായിട്ട് ആരാധിക്കുന്നത് കാണുമെന്നൊക്കെ ഒന്നും സാധിക്കും അല്ലേ? ഈ നോക്ക്, ക്രിസ്തു എന്ന രക്ഷിതാവ്. അവിടെ പറയുന്നത് ലൂക്കോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ രക്ഷിതാവായി, എല്ലാവരുടെയും രക്ഷിതാവായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. വായിച്ചേ, കർത്താവ് എന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തില് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തില് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ഭൂതന്മാർ അല്ലേ? ഭൂതന്മാരാണ് പറഞ്ഞത്. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്. ഇനി കർത്താവും ദൈവവും എന്നൊരാൾ പറയുകയുണ്ടായി. കർത്താവും ദൈവവും എന്നൊരാൾ പറയുകയുണ്ടായി. ആരാണത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. 20-ാമത്തെ വാക്യം കർത്താവും ദൈവവും എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20:28. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവും. തോമസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശു ആരാണ്? എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന്. പക്ഷേ ഇത് പറയുവാനുള്ള അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ആർക്ക് നൽകി? ആരോടാണ് പറഞ്ഞത്? തോമസിനോട് അല്ലേ? തോമസ് അപ്പോസ്തലനോട് പറഞ്ഞാണ്. അപ്പൊ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവും പറഞ്ഞു. ഇത് നിനക്ക് വെളിപ്പെടുത്തി നൽകിയത് ആരാണ്? സ്വർഗത്തിൽ നിന്നാണ് നിനക്കിത് വെളിപ്പെടുത്തി. എന്നെ നീ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ഇത് സ്വർഗത്തിൽ നിന്ന് നിനക്ക് ആരോ വെളിപ്പെടുത്തി നൽകിയതാണെന്ന് പറയുകയുണ്ടായി. അപ്പോ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഒത്തിരി സ്ഥലങ്ങൾ എന്തിനുണ്ട്? യേശു ദൈവമാണെന്ന് പഠിപ്പിക്കണം അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ കേൾക്കുന്നത് മഹാദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. മഹാദൈവവും രക്ഷിതാവും ആയ യേശു ക്രിസ്തു. തീത്തോസ് 2:12-13 വാക്യം വായിച്ചേ. തീത്തോസ് 2-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ അവിടെയും യേശു ദൈവമാണെന്ന് പറയുകയാണ്. വായിച്ചേ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിരുന്നു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പം മഹാദൈവവും രക്ഷിതാവുമായിട്ട് തീത്തോസിനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ ആരെന്ന് സംബോധിച്ചിരിക്കുന്നു? ദൈവം, മഹാദൈവം എന്ന് അവിടെ സംബോധന ചെയ്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, യേശു ആരായിരുന്നു? യേശു ദൈവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു മരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ ഉണ്ട് എങ്കിൽ യേശു ദൈവമായിരുന്നത് മാത്രമാണ്. ഞാനും നിങ്ങളൊക്കെ മരിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊന്നും നടക്കാറില്ല. ഇവിടെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന് 45 താഴോട്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങളുണ്ടായി, വലിയ അടയാളങ്ങൾ ഉണ്ടായി. അത് യേശു ആരായതുകൊണ്ടാണ്, യേശു ദൈവമായതുകൊണ്ടാണ്. വായിച്ചേ 45 താഴോട്ട് വായിച്ചേ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടായി, ഭയങ്കരമായ ഇരുട്ട് ഉണ്ടായി. യേശു ക്രിസ്തു മരിക്കുമ്പോൾ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന്
ഉടനെ ഒരുത്തൻ ഓടി ഒരു തോങ്ങ് എടുത്ത് പുളിച്ച വീണ് ചെയ്തു നിറച്ചു ഓടത്തിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. എങ്ങനെയുള്ള വീഞ്ഞ്? പുളിച്ച വീഞ്ഞ്. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ ഏറ്റവും നല്ല വീഞ്ഞാക്കി മാറ്റിയ കർത്താവിന് അവസാനം ലഭിച്ചതായിരുന്നു പുളിച്ച വീഞ്ഞ്. അല്ലേ? പുളിച്ച വീഞ്ഞ് ചെയ്തു കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കാം, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശുവിനെ ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഈ പ്രാണനെ വിട്ടതായ സമയത്ത് വലിയ സംഭവം നടന്നു. എന്തൊക്കെയാണെന്ന് അറിയാമോ? അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിരിപ്പോയി. നാളെ ഈ അടുത്ത സമയത്ത് ഒരാൾ പ്രസംഗിക്കാൻ കേട്ടു, അടിതൊട്ട് മോൾ വരെ രണ്ടായി ചിരിപ്പോയി എന്ന്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് കയറിയത്. അല്ലേ? ഒരാൾ പ്രസംഗിച്ച് പറഞ്ഞു താഴെ മുകളിലോട്ട് കയറിപ്പോയത്. അത് എന്താണ്? തെറ്റാണ്. അല്ലേ? വേദപുസ്തകം പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ചെയ്തു, രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ചെയ്തു പലതും ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ, തന്റെ പ്രാണൻ വിട്ടപ്പോൾ ഇങ്ങനെയുള്ളതായ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ ഉണ്ടായി. അത് യേശു ദൈവമായതുകൊണ്ടാണ്. അല്ലേ? പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും ചെയ്തു പ്രത്യക്ഷമായി. മരിച്ചതിന് ശേഷം ചെയ്തു പോയി പലർക്കും പ്രത്യക്ഷപ്പെട്ടു. നോക്കണം, അത് യേശു ദൈവമായതുകൊണ്ടാണ്. നനേകർ പറയുന്നു യേശു ദൈവമല്ല എന്ന്. എന്നാൽ ഈ അത്ഭുതങ്ങളൊക്കെ ഇവിടെ ആരും മരിച്ചിട്ട് സംഭവിച്ചിട്ടില്ല. ആണോ? ആരെങ്കിലും മരിക്കുമ്പോൾ ഭൂമി ഉണ്ടാകാറുണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നത് അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഒരു മനുഷ്യന് ഒരിക്കലും ആ ശീലങ്ങൾ വലിച്ചു കീറാൻ പറ്റത്തില്ല. അത്രമാത്രം കട്ടിയുള്ളതാണോ? യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല എന്ന് പറയുന്നത് ഇതുപോലത്തെ തുണിയല്ല. അതൊരു മനുഷ്യന്റെ കരത്താല് വലിച്ചു കീറാൻ പറ്റാത്തതാണ്. അതെന്ത് ചെയ്തു? രണ്ടായി ചീന്തിപ്പോയി. എന്ത് ചെയ്തു? ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ചെയ്തു. വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ യേശു ദൈവമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ നടന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. നോക്കണം, അപ്പോ യേശു ക്രിസ്തു സർവ്വത്തിനും മീതെ ദൈവമായിരുന്നു കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ. അതിനാൽ യേശു ദൈവമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. നോക്കണം, നിത്യകാല പാറയെ പിളർന്നുകൊണ്ട് ചെയ്തു പാറകൾ പിളർന്നു. യേശു മരിച്ചപ്പോൾ ചെയ്തു പാറകൾ രണ്ടായി പിളർന്നു. നിത്യകാല പാറയായ കർത്താവ് മരിച്ചപ്പോൾ പാറകൾ രണ്ടായി പിളർന്നു. സൂര്യനെ സൃഷ്ടിച്ചവൻ മരിച്ചതുകൊണ്ട് ചെയ്തു ഇരുട്ടായി പോയി. അല്ലേ? അന്ധകാരം വ്യാപിച്ചു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ, സൂര്യനെ സൃഷ്ടിച്ചവൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ കൂരിരുട്ടുണ്ടായി. പിന്നെന്താ പറയുന്നത്? യാഗങ്ങളുടെ പരമയാഗമായ പെസഹ കുഞ്ഞാട് മരിച്ചതുകൊണ്ട് ദൈവാലയത്തിലെ തിരശ്ശീല ചെയ്തു മേൽതൊട്ട് താഴോട്ട് കയറിപ്പോയി. യാഗങ്ങളുടെ യാഗമായ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് ചെയ്തു തിരശ്ശീല ചെയ്തു രണ്ടായി കീറിപ്പോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവിനെ കൊന്നതുകൊണ്ട് വലിയ ഭൂകമ്പം ചെയ്തു ഉണ്ടായി. പ്രപഞ്ച സൃഷ്ടാവിനെ കൊന്നതുകൊണ്ട് വലിയ ഭൂകമ്പം ഭൂമുഖത്ത് സംഭവിച്ചു. നോക്കണം, അത് യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. യേശു മരണത്തെ ജയിച്ചവൻ. അതുകൊണ്ട് ചെയ്തു കല്ലറകൾ തുറന്നു. ഒരു കല്ലറയിൽ യേശുവിനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അല്ലേ? യേശു മരണത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് കല്ലറകൾ ചെയ്തു
തുറക്കപ്പെട്ടു, കല്ലറകൾ തുറന്നു, അല്ലേ? യേശു കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത്, എല്ലാ പ്രയാസങ്ങളും ഈ ഭൂമിയിലായിരുന്നപ്പോൾ സഹിച്ചത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. എന്തിനു വേണ്ടിയാണ്? യേശുവിന് ഈ കഷ്ടതകളും യാതനകളൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? യേശു ദൈവപുത്രനായതുകൊണ്ട്. പക്ഷേ യേശു ക്രിസ്തു അങ്ങനെ ചെയ്യാതെ ഇരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് പാപത്താൽ നിറയപ്പെട്ടവരായിട്ട് ഈ ഭൂമുഖത്ത് നശിക്കുമായിരുന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മളെ തിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുക, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുക. അത് നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തു യാതനകൾ സഹിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഞാനും നിങ്ങളെ രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ്. നാം ഈ ലോകത്ത് നശിക്കാതിരിക്കാൻ ആണ് യേശു ക്രിസ്തു ചെയ്തത്. മനുഷ്യന് കണ്ടുകൊണ്ടെത്തുന്ന സാധിക്കുന്നു. ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു വലിയ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മളെ തെറ്റിക്കാൻ തക്കവണ്ണം ഇതൊന്നും സത്യമല്ല എന്ന് പഠിപ്പിക്കുന്നവർക്ക് ശിക്ഷാവിധി ദൈവം വച്ചിട്ടുണ്ട്. ഇതൊന്നും സത്യമല്ല, യേശു ക്രിസ്തു സത്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളും ഉണ്ട്. ഗലാത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. ഗലാത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. എന്താണ് പറയുന്നത്? 5-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. നിങ്ങളെ കലക്കുന്നവൻ, നിങ്ങളെ തെറ്റിക്കുന്നവൻ, നിങ്ങളെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നവൻ ആരായാലും അവന്റെയും ശിക്ഷ അനുഭവിക്കും. അവന്റെ ശിക്ഷ കിട്ടും. മറന്നു പോകും. അതുകൊണ്ട് ഈ അന്ത്യകാലത്തില് തെറ്റായി പഠിപ്പിക്കുന്നതായ കള്ള പ്രവാചകന്മാര് അനേകം എഴുന്നേൽക്കും എന്ന് ദിവസം പഠിപ്പിക്കുകയാണ്. ആ കള്ള പ്രവാചകന്മാരെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞത് അകപ്പെട്ടു പോകരുത്. യേശു ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ദിവസം പഠിപ്പിക്കുന്നു. ഈ വചനം എന്ന് പറയുന്ന ആരാണ്? യേശുവാണ്. യേശു ക്രിസ്തു ആണെന്നായ വചനം. ആ വചനത്തില് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. തെറ്റുകളിൽ അകപ്പെട്ടു പോകരുത്. തെറ്റായ പഠിപ്പിക്കലുകൾ എന്ത് ചെയ്ത് അകപ്പെട്ടു പോകരുത്. സത്യം പഠിച്ച് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം അഖിലാണ്ടനാഥൻ നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.